ഫ്രണ്ട്സ് എല്ലാവർക്കും ശ്രുതി ഡാഷിൻ്റെ പുതിയൊരു വിശേഷത്തിലേക്ക് സ്വാഗതം. അപ്പോൾ മെഹന്തി ഫംഗ്ഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശ്രുതിയും പ്രീതിയൊക്കെ കൂടി രാവിലെ തന്നെ മെഹന്തി ഫംഗ്ഷന് വന്നുകൊണ്ടിരിക്കുകയാണ്. വന്നു കഴിഞ്ഞിട്ട് ശ്രുതി വരുമ്പോൾ തന്നെ വിചാരിക്കുന്നുണ്ട് അശ്വിൻ സായിറാമിനെ കാണരുതേ, അശ്വിൻ്റെ മുന്നിലൊന്നും കൊണ്ട് ചാടിക്കരുതേ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് വരുന്നത്. പക്ഷെ വന്നു കഴിഞ്ഞപ്പോൾ അത് നേരെ മുന്നിൽ നിൽക്കുന്നത് ആരാ? അശ്വിൻ്റെ മുന്നിൽ തന്നെ ചെന്ന് പെടുന്നുണ്ട്. അപ്പോൾ ശ്രുതിനെ കണ്ടതും അശ്വിൻ വരികയാണ്. അശ്വിൻ ശ്രുതിയുടെ അടുത്തേക്ക് വന്നിട്ട് ശ്രുതിക്ക് അശ്വിൻ കമ്മൽ കൊടുക്കുകയാണ്. ഇതാ നിൻ്റെ കമ്മൽ പറഞ്ഞിട്ട് ശ്രുതിയുടെ കയ്യിൽ വെച്ച് കൊടുക്കുമ്പോൾ ശ്രുതിക്ക് നല്ല സന്തോഷമാകും. അപ്പോൾ ശ്രുതി താങ്ക് യു സാർ എന്നൊക്കെ പറയും. അപ്പോൾ അശ്വിൻ നല്ല സോഫ്റ്റായിട്ടാണ് ശ്രുതിയോട് പെരുമാറുന്നത്. മുന്നേ പെരുമാറിയ പോലെ നല്ല അശ്വിനും ശ്രുതിനെ ഇഷ്ടപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അശ്വിനും കുറച്ച് സ്വീറ്റൊക്കെ ആയിട്ടാണ് ശ്രുതിയോട് പെരുമാറുന്നത്. അത് കഴിഞ്ഞിട്ട് മെഹന്തി ഇടാനുള്ള പരിപാടികളൊക്കെ തുടങ്ങുകയാണ്. അപ്പോൾ ആദ്യം പ്രീതിയുടെ കയ്യിലാണ് മെഹന്തി ഇട്ട് കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പ്രീതിയുടെ കയ്യിൽ മെഹന്തി ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് ശ്രുതിയുടെ കയ്യിൽ മെഹന്തി ഇടാൻ വരുന്നുണ്ട്. എന്ത് കുഞ്ഞാ? അപ്പം മെഹന്തി ഇട്ട് കഴിഞ്ഞിട്ട് മെഹന്തി ഇടുന്ന കുട്ടി ചോദിക്കും ശ്രുതിയോട്, പേരെന്താണ്, പേരെന്തെങ്കിലും എഴുതണോ എന്ന് ചോദിക്കും. അപ്പോൾ ശ്രുതി ഇങ്ങനെ അശ്വിനെ ആലോചിച്ചിരിക്കുകയാണ്. അപ്പോൾ ശ്രുതി അത് കേൾക്കുന്നില്ല. അപ്പോൾ അങ്ങനെ എന്താ ചോദിക്കുമ്പോൾ എനിക്ക് അശ്വിനെ കുറിച്ചിട്ട് എന്തോ പറയും. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ഇവിടെ അശ്വിൻ എന്ന് പറയും. അപ്പോൾ ഈ കുട്ടി വിചാരിക്കും അശ്വിനോ, എന്നാൽ എന്ന് എഴുതാം, പേരിൻ്റെ ആദ്യത്തെ അക്ഷരം എഴുതാമെന്നോ അങ്ങനെ അശ്വിനെ തന്നെ എഴുതുന്നു തോന്നുന്നു. അശ്വിൻ്റെ പേര് എഴുതും. കുറച്ച് കഴിഞ്ഞിട്ടാണ് ശ്രുതി കാണുന്നത്. അപ്പോൾ ശ്രുതി നോക്കുമ്പോൾ ഇയാളുടെ പേരെന്തിനാ എൻ്റെ കയ്യിൽ എഴുതി വെച്ചിട്ടുണ്ടെന്നുള്ള രീതിയിൽ ശ്രുതി സംസാരിക്കും. പിന്നെ ശ്രുതി ഒന്ന് മായ്ച്ചു കളയാനൊക്കെ നോക്കും. മായ്ച്ചു കളയുമ്പോഴേക്കും എന്താണ് അത് പറ്റി പിടിച്ചിട്ട് ആ മെഹന്തിയുടെ നിറക്ക് അതിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഈ കുറച്ച് കഴിയുമ്പോൾ അശ്വിൻ ഇത് ശ്രദ്ധിക്കും. അശ്വിൻ അത് കാണും ചെയ്യും അശ്വിനാണ് എഴുതിയിട്ടുണ്ടെന്ന്. അപ്പോൾ അശ്വിൻ ചോദിക്കും, ഇതെന്തിനാ നീ എൻ്റെ പേരിൻ്റെ അക്ഷരം ആദ്യം എഴുതിയിട്ടുണ്ടെന്ന് ചോദിക്കും. അപ്പോൾ ശ്രുതി പറയും, നിങ്ങളുടെ പേരെന്തിനാണ് ഞാൻ എന്തെങ്കിലും എഴുതുന്നത്? ഇത് ഞങ്ങളുടെ വീട്ടുപേര് തുടങ്ങുന്നത് ഏല് വെച്ചിട്ടാണ്, അതുകൊണ്ട് ഞങ്ങൾ വീട്ടുപേരിൽ തുടങ്ങുന്ന അക്ഷരം എഴുതിയാണ്, അല്ലാതെ നിങ്ങളുടെ പേരൊന്നല്ലാന്ന് പറയും. അപ്പോൾ അശ്വിന് ചിരി വരുന്നുണ്ട്. കാര്യം അശ്വിന് മനസ്സിലായി എൻ്റെ പേരാണ് എഴുതിയിരുന്നത്. അശ്വിന് മനസ്സിലായി. അശ്വിന് ചിരിയൊക്കെ വരുന്നുണ്ട്. നല്ല കുറച്ച് റൊമാൻറ്റിക് ആയിട്ട് നമുക്ക് കണ്ടിരിക്കാൻ പറ്റും നല്ലൊരു എപ്പിസോഡ് ആണ് വരാൻ പോകുന്നത്. അവർ നന്നായിട്ട് രണ്ടുപേരും പരസ്പരം മനസ്സിലാക്കി രണ്ടുപേരും ഇഷ്ടം തുറന്നു പറയാൻ പോകുന്ന ഒരു എപ്പിസോഡൊക്കെയാണ് വരാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇതിൻ്റെ ഇടയിൽ ശ്യാമിൻ്റെ ചില കുരുത്തക്കേടുകളൊക്കെ വരുന്നുണ്ട്. ശ്യാം അഞ്ജലീനെ കൊല്ലാൻ ശ്രമിക്കുന്ന, പല രീതിയിൽ അഞ്ജലീനെ അപകടപ്പെടുത്താൻ ശ്രമിക്കുന്ന എപ്പിസോഡ്സൊക്കെ വരുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്